ഇന്ന് ഫുള്ളൊരു ഭക്തി സാന്ദ്രമായ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിരീശ്വരവാദികളാണെങ്കിൽ പ്ലീസ് സ്കിപ്പ് ദ വീഡിയോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ രാവിലെ കുളിച്ച് ജപിച്ച് ഇറങ്ങിയിട്ടുണ്ട്. വേറെ അങ്ങോട്ടുമല്ല, ആദ്യത്തെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നത് മാമാനത്തെ അമ്പലത്തിലേക്കാണ്. കുറേ നാളായി ഇപ്പം ഞാൻ പോയിട്ട്. അപ്പോൾ ഇവരെല്ലാവരും പോകുന്നതുകൊണ്ട് ഞാനും കൂടെ പോയി. അങ്ങനെ നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ആദ്യം മാമാനത്തെ അമ്പലം മാത്രമായിരുന്നു നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മളവിടെ എത്തി, എല്ലാവരും തേങ്ങയൊക്കെ എടുത്ത് കുളത്തിലൊക്കെ പോയി കഴുകിയിട്ടൊക്കെ വന്നു. ആൻഡ് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. കാരണം 10 മണിക്ക് നടയടക്കും. നമ്മൾ എത്തിയപ്പോൾ തന്നെ 9:45 അപ്പോൾ ഇതാ നമ്മളങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ട് പെട്ടെന്ന് ഞാനും അഞ്ചുവച്ചും കൂടെ പുറത്തേക്കൊക്കെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ദർശനവും പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പ്ലാൻ മാറ്റി നമ്മൾ നേരെ പിന്നെ വേളത്തമ്പലത്തിലേക്ക് പോയി. വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയും കൂടെ കയറി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് പറശ്ശിനിക്കടവും കൂടെ അപ്പോൾ തന്നെ പോയി കളയാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെയും കയറി നമ്മൾ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ പ്രദക്ഷിണമൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിനിത് എല്ലാവരും കൂടെ പിന്നെയും വണ്ടിയിൽ കയറി. ഇത് നമ്മൾ എന്താ പറയുക, മാമാനത്തു നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ തൽക്കാലം അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഇതാ നമ്മളെ മുത്തപ്പൻ്റെ അടുത്തേക്ക് വിട്ടു. നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കണം, അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഈ പിള്ളേരെയും കൊണ്ടും പിന്നെ അമ്മമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ കൊണ്ടൊക്കെ ക്യൂ നിന്ന് നമുക്ക് കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ചെറുതായിട്ട് നമ്മൾ അവിടുന്ന് ചായയും നമ്മുടെ മമ്പയറൊക്കെ കഴിച്ച് പിന്നെ അത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ആ പ്ലാൻ ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്തു. പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പ് കയറാണ്ട് പോകുന്ന മോശമല്ലേ. അങ്ങനെ അവിടെയൊക്കെ കയറി കുറച്ച് അൽക്കൊലിച്ച സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഉച്ചയായപ്പോഴേക്കും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി.